Hello students, last sectionൽ നമ്മൾ കാണാൻ പോകുന്ന ഐഡിയ interchange of limits എന്നാണ് ടേം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് we have seen the interchange of limits and continuity. Sequence gn of x equal to x sequence of functions formed by gn of x equal to x raised to n. Each gn is continuous. Interchange of limits and continuity എന്ന കൺസെപ്റ്റ് പറയുമ്പോൾ ഉള്ള എക്സാമ്പിൾ ആണ്. അതിനെപ്പറ്റി ഒരു തിയറി ഒക്കെ ഉണ്ട്. ആൻഡ് കണ്ടിന്യൂറ്റി പറയുമ്പോൾ ജി എൻ കണ്ടിന്യൂസ് ബട്ട് ഇറ്റ്സ് ലിമിറ്റ് ജി നോട്ട് കണ്ടിന്യൂസ് അങ്ങനെ ഒരു എക്സാമ്പിളാണ് ജി എൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ. ജി എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് അല്ല, പക്ഷെ എല്ലാ ജി എന്നും കണ്ടിന്യൂസ് ആയിരുന്നു. സിമിലർലി ജി എൻ ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യൽസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. ഡിഫറൻഷ്യൽ കണ്ടിന്യൂസ് അല്ലേ? ഡിഫറൻഷ്യൽസ് എന്നാൽ n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 ഫോമിൽ. എക്സ് ആകുമ്പം 1, എക്സ് സ്ക്വയർ ആകുമ്പോൾ 2x, അങ്ങനെയൊക്കെയാണ് ഡിഫറൻഷ്യൽസ് വരുന്നത്. ഡിഫറൻഷ്യൽസും പോളിനോമിയൽസ് ആണ്, കണ്ടിന്യൂസ് ആണ്. പോളിനോമിയൽസ് ആയതുകൊണ്ട് ജീനുകൾ കണ്ടിന്യൂസ് ആണ്. ഡിഫറൻഷ്യൽസും പോളിനോമിയൽസ് ആണ്, അതും കണ്ടിന്യൂസ് ആണ്. പക്ഷേ ജി ഈ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയിരുന്നെങ്കിൽ ഇവിടെ കണ്ടിന്യൂറ്റി ഉണ്ടായേനെ. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ജി ഡിഫറൻഷ്യബിൾ അല്ല, ജി നോട്ട് ഡിഫറൻഷ്യബിൾ. ഇത് ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ അതിന് രണ്ടിനും പോസിബിലിറ്റി ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സിൽ വന്നില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ജി എൻ്റെ സെയിം എക്സാമ്പിളാണ്. ആൻഡ് ദെൻ വി ഹാവ് ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഇൻ്റഗ്രബിലിറ്റി. റീമാൻ ഇൻ്റഗ്രബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻ്റഗ്രബിലിറ്റി പറയുമ്പം ഈ ജി എൻ അല്ല, വേറൊരു എക്സാമ്പിളാണ് ഉപയോഗിക്കുക. അതിൻ്റെ അധികം ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനൊരു ഫംഗ്ഷനെ പറ്റി പഠിച്ചാൽ മതി. അത് നിങ്ങൾക്ക് തന്ന നോട്ട്സിലുണ്ട്. വി കൺസിഡർ ഇൻ്റഗ്രബിലിറ്റി പറയാൻ റീമാൻ ഇൻ്റഗ്രബിലിറ്റിയാണ് പറയുക. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ പേര് എഫ് എൻ എന്നാണ് എടുത്തിരിക്കുന്നത്. എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ 3 ക്ലാസിഫിക്കേഷൻസ്. n സ്ക്വയർ എക്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n n സ്ക്വയർ എക്സ് എന്ന് ഡിഫൈൻ ചെയ്യും. മൈനസ് n സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 2n 2/n കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/n ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് 0 when 2/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ഇൻ്റർവൽ എഫ് എൻ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1. അപ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ എഫ് എന്നുകളും പോളിനോമിയൽ എക്സ്പ്രഷൻസ് ഒക്കെയാണ്. എല്ലാ എഫ് എന്നുകളും കണ്ടിന്യൂസ് ആണ്. എഫ് എൻ എല്ലാം കണ്ടിന്യൂസ് ആണ് ഇൻ 0-1 എല്ലാ എഫ് എന്നും കണ്ടിന്യൂസ് ആണ്. റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. എഫ് എന്നുകളെല്ലാം റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. ആൻഡ് വി നോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to 1 എഫ് എൻ ഈക്വൽ ടു എഫ് എന്നിൻ്റെ എല്ലായിടത്തും ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 1 എന്ന് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, അങ്ങനെ നമ്മളുടെ സമയം കളയണ്ട. ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഇൻ്റഗ്രബിലിറ്റി, അതിനൊരു എക്സാമ്പിൾ കൊടുക്കാൻ പോവാം. എഫ് എന്നുകൾ ഇൻ്റഗ്രബിൾ ആണ്, എഫ് ഇൻ്റഗ്രബിൾ ആണ്. പക്ഷേ ഇൻ്റഗ്രൽ 0 to 1 എഫ് എന്ന് പറയുന്നത് എല്ലാ എഫ് എൻ എക്സും 0യിലേക്കാണ് പോകുന്നത്. എഫ് എൻ എക്സ് ടെൻസ് ടു 0, എഫ് എൻ ടെൻസ് ടു എഫ് ഈക്വൽ ടു 0 ഫംഗ്ഷൻ. ഇൻ്റഗ്രൽ 0 to 1 എഫ് അപ്പോൾ 0 ആവും. ഇത് രണ്ടും ഈക്വൽ അല്ല. ഇൻ്റഗ്രൽ 0 to 1 എഫ് എന്നുകളുടെ ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ്, എഫ് എന്നിന് പകരം ഞാൻ ലിമിറ്റ്സ് എടുത്തു കൊടുത്തു. ഇൻ്റഗ്രലിൽ ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഇൻ്റഗ്രബിലിറ്റി. എഫ് എന്നിന് പകരം ലിമിറ്റ് എഫ് കൊടുത്തു. ഇൻ്റഗ്രൽ 0 to 1 എഫ്. ഇത് നമുക്ക് കിട്ടിയത് 1 എന്നാണ്, ഇത് നമുക്ക് കിട്ടിയത് 0 എന്നാണ്, അൺഈക്വലാണ്. അപ്പോൾ നിങ്ങളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണിക്കാനൊന്നും പോകണ്ട. ഈ എക്സ്പ്രഷൻസ് പഠിക്കുക. ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ഇൻ്റഗ്രബിലിറ്റിയിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് തരുന്നില്ല. അല്ല, എക്സ്പ്ലെയിൻ അബൌട്ട് ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഇൻ്റഗ്രബിലിറ്റി എന്നൊക്കെ പറയുന്ന ഈ എക്സാമ്പിൾ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ യൂണിഫോം കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നടക്കും എന്നാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അങ്ങനെ ചില തിയറംസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം മതി നമുക്ക് ഈ സെക്ഷനിൽ. അതിൽ ആദ്യത്തെ തിയറം എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ളതാണ്.
അപ്പോൾ കിട്ടാതെ വരുന്ന ഒരു കേസാണ് നമ്മൾ കണ്ട എക്സാമ്പിൾ. അപ്പോൾ അത് എപ്പോൾ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ തീരത്തെ വേണമെങ്കിൽ വാട്ട് അബൌട്ട് ഇന്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഇന്റഗ്രബിലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. റൈറ്റ് എ നോട്ട് ഓൺ എന്നൊക്കെ പറയാം. ഇന്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ കൊടുക്കാം. അവിടെ അതില്ലാതെ വരുന്നു, ഉണ്ടാവാനുള്ള കണ്ടീഷൻ യൂണിഫോം കൺവേർജൻസ് ആണ് എന്ന് പറയുന്നതാണ് ഈ തിയറം. The sequence Fn be a sequence of continuous functions on a set a subset of R, and suppose that sequence Fn converges uniformly on A. Simple രണ്ടു വരെയാണല്ലോ. Uniformly on A, where F from A to R, then F is continuous on A. അപ്പോൾ Fnകളെല്ലാം കണ്ടിന്യൂസ് ആണ്. F കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ ഇതാണ്. Fn converges to F uniformly on A. അങ്ങനെ അല്ലാത്തൊരു കേസ് ആയതുകൊണ്ടാണ് നമ്മളുടെ ജി എന്നുകൾ കണ്ടിന്യൂസ് ആയപ്പം ജി കണ്ടിന്യൂസ് ആകും എന്നുള്ളൊരു റിസൾട്ട് കിട്ടാത്തത്. ദാറ്റ് ഇസ് അബൌട്ട് ഇന്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി. നോട്ട് ചോദിച്ചാൽ ഇന്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സിൽ കണ്ടിന്യൂറ്റി കിട്ടാത്ത ജി എന്നിൻ്റെ 0-1 എക്സാമ്പിൾ എഴുതണം. കിട്ടണമെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആവണം എന്നുള്ള ഈ തിയറം പറയണം. ആൻഡ് സെക്കൻഡ് തിയറം കംസ് അണ്ടർ ദ സെക്ഷൻ. ഇതിൻ്റെയൊക്കെ പ്രൂഫുണ്ട്, നിങ്ങൾക്കത് വേണ്ടാന്ന് സിലബസിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇന്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ് അടുത്ത തിയറം. ജി എൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ കണ്ടായിരുന്നു. ജി എന്നുകളെല്ലാം ഡിഫറൻഷ്യബിൾ ആയിട്ട് ജി ഡിഫറൻഷ്യബിൾ ആകാത്തൊരു കേസ്. ആൻഡ് സെക്കൻഡ് തിയറം ഇത്തിരി വലുതാണ്. ഇങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ജെ സബ്സെറ്റ് ഓഫ് ആർ, റിയൽ ലൈൻ്റെ ഒരു സബ്സെറ്റ്, ബി എ ബൗണ്ടഡ് ഇൻ്റർവൽ, വെറുതെ സബ്സെറ്റ് അല്ല, ബൗണ്ടഡ് ഇൻ്റർവൽ ആണ്. ആൻഡ് എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ഓൺ ജെ ടു ആർ. Suppose that there exists x naught element of J such that Fn x naught converges and Fn dash derivatives of sequence, derivatives in the sequence x is on J. Fn മാത്രമല്ല Fn dash in the sequence ഉണ്ട്, and converges uniformly on J to a function G. Fn അല്ല, Fn dash converges uniformly, derivatives G എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് യൂണിഫോം കൺവേർജൻസ് ഉള്ളതാണ്. Then sequence Fn converges. അപ്പോൾ sequence Fn ഡാഷിന് യൂണിഫോം കൺവേർജൻസ് ഉണ്ട്, converges uniformly. Then sequence Fn converges uniformly on J to a function f that has a derivative at every point of J and f dash equal to G. അപ്പോൾ എഫിന് ഡെറിവേറ്റീവ് ഉണ്ടാകാനുള്ള കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫിന് ഡെറിവേറ്റീവ് ഉണ്ട്. എഫിൻ്റെ ഡെറിവേറ്റീവ് എഫ് എൻ ഡാഷുകളുടെ ഈ ഡെറിവേറ്റീവ് ആയിരിക്കും. എഫ് എൻ ഡാഷുകൾ ഉണ്ടായാൽ പോരാ, നമ്മൾ കണ്ടതിൻ്റെ അകത്ത് ജി എൻ ഡാഷ് എല്ലാം ഉണ്ടായിരുന്നു. ജി എന്നുകൾ പോളിനോമിയലാണ്, ജി എൻ ഡാഷ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേണ്ടി വന്ന കണ്ടീഷൻ എന്നാ? ജി എൻ ഡാഷുകൾ കൺവേർജസ് യൂണിഫോംലി ടു എ ഫംഗ്ഷൻ ജി. ജി എൻ ഡാഷിന് ഡെറിവേറ്റീവ്സിന് യൂണിഫോം കൺവേർജൻസ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻസിനല്ല, എഫ് എന്നുകൾക്കല്ല, മുമ്പത്തെ പോലെയല്ല, അത് ശ്രദ്ധിക്കുക. എഫ് എൻ ഡാഷിന് യൂണിഫോം കൺവേർജൻസ് ഉണ്ടെങ്കിൽ, നമ്മൾ മുമ്പ് പറഞ്ഞില്ല, ജി എൻ ഡാഷിന് യൂണിഫോം കൺവേർജൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ജിയിലെ ഡെറിവേറ്റീവിനെ, ജിയുടെ ആ പോയിന്റിലെ ഡെറിവേറ്റീവിനെ തന്നേനെ എന്നുള്ളതാണ് ഇന്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ജി എന്നുകളുടെ തന്നെ എക്സാമ്പിൾ കാണിക്കുക. ജി എന്നുകളെല്ലാം ഡിഫറൻഷ്യബിൾ ആണ്, പക്ഷേ ജി എക്സ് ഈക്വൽ ടു ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ല. നോട്ട് എഴുതാനും വല്ലതൊക്കെ ചോദിക്കുകയാണെങ്കിൽ. പിന്നെ എപ്പോഴാണ് ഇത് കിട്ടുന്നതെന്നറിയാൻ ഇത് കാണിക്കുക. എഫ് എന്നുകൾ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ജെ ആണ്. എഫ് എൻ ഓഫ് എക്സ് നോട്ട് കൺവേർജൻ്റ് ആണ്. Sequence of derivatives Fn dash on J converges uniformly on J to a function G implies sequence Fn dash converges uniformly to the function F and F dash. അപ്പോൾ Fന് ഡെറിവേറ്റീവ് ഉണ്ട്. F dash ഈക്വൽ ടു Fn ഡാഷിൻ്റെ ലിമിറ്റായ G ആണ്. F dash ഈക്വൽ ടു G. ഇതാണ് രണ്ടാമത്തെ തിയറി. മൂന്നാമത്തത് നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ എക്സാമ്പിളുമായിട്ട് കണക്റ്റഡ് ആണ്. ഇന്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഇൻറ്റഗ്രബിലിറ്റി, റീമാൻ ഇൻറ്റഗ്രബിലിറ്റി. റീമാൻ ഇന്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് എന്നാണ് ഈ സെക്ഷൻ്റെ പേര്. ഇന്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് ആൻഡ് റീമാൻ ഇൻറ്റഗ്രബിലിറ്റി. അവിടെയും നമുക്ക് എഫ് എന്നുകൾ ഇൻറ്റഗ്രബിളായി, എഫ് ഇൻറ്റഗ്രബിൾ ആണ്, പക്ഷേ ആ ഇൻറ്റഗ്രൽസ് രണ്ടും രണ്ടാകുന്ന ഒരു കേസാണ് നമ്മൾ കണ്ടത്. അത് രണ്ടും ഒന്നാകണമെങ്കിൽ സീക്വൻസ് എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ ആർ എ ബി. റീമാൻ ഇൻറ്റഗ്രബിൾ ആയി, എ ബിയിൽ റീമാൻ ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് എഫ് എൻ. ദെൻ എഫ് എൻ and Fn converges uniformly to A. Sequence Fn യൂണിഫോം കൺവേർജൻസ് ഉണ്ട് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ തന്നെ.
ദെൻ എഫ് എലമെന്റ് ഓഫ് ആർ എ ബി റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരുന്നു. ഇതല്ലായിരുന്നു നമ്മുടെ എക്സാമ്പിളിലെ പ്രശ്നം. നമ്മുടെ എഫും ഇൻറ്റഗ്രബിൾ ആണ്, ഇൻറ്റഗ്രൽ കിട്ടി, രണ്ടിടത്തെ ഇൻറ്റഗ്രൽ വേറെയായി. ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ എ ടു ബി എഫ് എൻ. എഫ് എന്നുകളുടെ ഇൻറ്റഗ്രലിൻ്റെ ലിമിറ്റാണ് എഫിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് വരണമെങ്കിൽ എഫ് എന്നുകൾ യൂണിഫോംലി കൺവേർജൻറ്റ് ആവണം എന്നുള്ള റീമാൻ ഇൻറ്റഗ്രബിലിറ്റി ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ്. Then we have another theorem which is called the bounded convergence theorem. The theorem states that if fn is a sequence in RAB, Riemann integrable functions in the sequences are that converges on closed interval AB to a function f, and if f is bounded, that is there exists capital B greater than 0 such that not fn modulus of fn x less than or equal to b for all x element of AB and for all n element of n. Then integral a to b f equal to limit n tends to infinity integral a to b fn. fnകളുടെ ലിമിറ്റിൻ്റെ വാല്യൂ ആണ് ഇന്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയണമെങ്കിൽ എല്ലാ എഫ് എന്നുകളും ബൗണ്ടഡ് ആയാലും നടക്കും എന്നുള്ളതാണ് ബൗണ്ടഡ് കൺവേർജൻസ് തിയറം. റീമാൻ ഇൻറ്റഗ്രബിലിറ്റിക്ക് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിലെ ഫംഗ്ഷൻസ് എല്ലാം ബൗണ്ടഡ് ആയാൽ റീമാൻ ഇൻറ്റഗ്രബിലിറ്റി ഉണ്ടാകുമെന്നാണ് ബൗണ്ടഡ് കൺവേർജൻസ് തിയറം. പേരുള്ളതുകൊണ്ട് ബൗണ്ടഡ് കൺവേർജൻസ് തിയറം എന്ന പേരുള്ളതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. എഫ് എന്നുകളെല്ലാം റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്, ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കൺവേർജ് ചെയ്യുന്നു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക്, അതും റീമാൻ ഇൻറ്റഗ്രബിൾ ഓവർ എ ബി ആണ്. എല്ലാ എഫ് എന്നുകളും ബി കൊണ്ട് ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയുന്നത് ഇന്റർചേഞ്ചബിലിറ്റി ഓഫ് ലിമിറ്റ്സ് പോസിബിൾ ആണ്. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ എ ടു ബി എഫ് എൻ ആവും എന്നുള്ളതാണ് ബൗണ്ടഡ് കൺവേർജൻസ് തിയറം. യൂണിഫോം കൺവേർജൻസ് ഉണ്ടെങ്കിൽ അതാണ് റീമാൻ ഇൻറ്റഗ്രബിലിറ്റി ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് ലിമിറ്റ്സ് തൊട്ട് മുമ്പ് പറഞ്ഞത്. ഇത് എല്ലാ എഫ് എന്നുകളും ബൗണ്ടഡ് ആണെങ്കിലും ഇന്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ എ ടു ബി എഫ് എൻ ആവും. ഇനി ഒരു തിയറവും കൂടെ ഉണ്ട്, അതും പേരുള്ള തിയറമാണ്. അടുത്തത് നമുക്കുള്ളത് ഡിനീസ് തിയറം എന്ന പേരുള്ള ഒരു തിയറമാണ്. ആൻഡ് ഡിനീസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എഫ് എൻ ആണ്, അത് എഫ് എൻ എന്ന് വായിക്കുക. ഇഫ് സീക്വൻസ് എഫ് എൻ ഈസ് എ സീക്വൻസ് ഓഫ് മൊണോട്ടോൺ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ഓരോ എഫ് എന്നും കണ്ടിന്യൂസ് ആണ്. എഫ് എൻ മൊണോട്ടോൺ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഈക്വൽ ടു ഐ ദാറ്റ് കൺവേർജസ് ഓൺ ഐ ടു എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫിലേക്ക് കൺവേർജ് ചെയ്യുന്നത് വിചാരിക്കും. ദെൻ ദ കൺവേർജൻസ് ഓഫ് സീക്വൻസ് എഫ് എൻ ഈസ് യൂണിഫോം. യൂണിഫോം കൺവേർജൻസിനുള്ള ഒരു കണ്ടീഷനാണ് ഡിനീസ് തിയറം പറയുന്നത്. എന്താ കണ്ടീഷൻ? സീക്വൻസ് എഫ് എൻ monotone sequence of continuous functions defined over a closed interval, and sequence fn converges to a continuous function f on I. Then the convergence of sequence fn is uniform എന്നുള്ളതാണ് ഡിനീസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇതും പേരുള്ള തിയറം ആയതുകൊണ്ട് ശ്രദ്ധിച്ച് സ്റ്റേറ്റ്മെന്റ് പഠിക്കുക, പ്രൂഫിന്റെ ആവശ്യം ഇല്ല. ഈ സെക്ഷനുമായിട്ട് ബന്ധമുള്ളതല്ല. സീക്വൻസസിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. Show that limit x by x plus n equal to 0 for all x element of a x greater than or equal to 0. x പോസിറ്റീവ് ആണ്, x plus n നാച്ചുറൽ നമ്പർ ആണ്, അതും പോസിറ്റീവ് ആണ്. അപ്പോൾ x by x plus n കളക്ട് ചെയ്ത് എല്ലാം പോസിറ്റീവ് ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം, അല്ലെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x by x plus n എന്ന് നമുക്ക് എഴുതാം. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x by x plus n എന്ന് പറയുന്ന വലിയ നമ്പർ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിന് പകരം ഞാൻ n എന്ന് പറയുന്നത് അതിനേക്കാളും ചെറിയ നമ്പർ കൊണ്ട് ഇടുക. അപ്പം ഡിനോമിനേറ്റർ ചെറുതായതുകൊണ്ട് ഈ ക്വാണ്ടിറ്റി വലുതാവും. നമുക്ക് ഇങ്ങനെ റിലേഷൻ കിട്ടും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x by x plus n ലെസ് ദാൻ ഓർ ഈക്വൽ ടു x by n എന്ന് കിട്ടും. ഈ x by x plus n ആണ് നമ്മളുടെ എഫ് എൻ ഓഫ് എക്സ്. അതിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് കാണിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത് 0 തന്നെയാണ്, 0യിലേക്ക് പോകും. x by n നാച്ചുറൽ നമ്പറിനെ ഉദ്ദേശിച്ച് എഴുതിയേക്കുന്നതാണ്. അപ്പോൾ x എന്തായാലും x by n-ഉം 0യിലേക്ക് പോകും. നിങ്ങൾക്കറിയാം ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും സീക്വൻസസിൻ്റെ ലിമിറ്റ്സ് 0 ആണ്. ദെൻ ബൈ സ്ക്വീസ് തിയറം ഉപയോഗിച്ചാൽ നടുക്ക് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റ് 0 ആണ്. x by x plus n tends to 0 or limit x by x plus n equal to 0. In a similar way, we can evaluate limit sin nx divided by 1 plus nx. Sin functionsന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin nx ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. sin nx ഉള്ളൂ. അപ്പോൾ 1 plus nx കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്താൽ ഈ ഇനിക്വാളിറ്റി കിട്ടും. ആൻഡ് ദ
Limits of the left and right functions are zeros. So the limit of the intermediate function equal to 0 by Fish theorem. So limit sin nx divided by 1 plus nx equal to